ആറന്മുളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുവോണത്തോണിയുടെ യാത്ര. ആ തിരുവോണത്തോണിയിൽ യാത്ര ചെയ്ത് ഭഗവാനുള്ള തിരുവോണ വിഭവങ്ങൾ സമർപ്പിക്കാൻ എത്തുന്നത് മങ്ങാട്ട് ഭട്ടതിരിയാണ്. ഏറെ ഐതിഹ്യവും സംസ്കാരവും പൈതൃകവും ഒക്കെ നിറഞ്ഞ ചടങ്ങുകളാണ്. എന്നോടൊപ്പം ഇപ്പോൾ ആ മങ്ങാട്ട് ഭട്ടതിരി ചേരുകയാണ്. അരുൺ ഭട്ടതിരി, അദ്ദേഹത്തിനാണ് ഈ വർഷം ഇത്തരത്തിൽ നിയോഗം ലഭിച്ചത്. തിരുവോണാശംസകൾ. ഈ നമ്മുടെ യാത്രയും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ഒക്കെ എത്രമാത്രം ശ്രേഷ്ഠമാണ്? വലിയൊരു അനുഭവം തന്നെയാണ്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ കൂടുതൽ എന്താ പറയുക, റിഫൈനായി വരികയാണ്. ഓരോ യാത്ര കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു ഉണർവ് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് ദുർഘടമുണ്ടെങ്കിലും തിരുവാറന്മുളയപ്പൻ അതെല്ലാം ഒഴിവാക്കി വിട്ട് നമുക്ക് വലിയ മഴയോ വലിയ ഒഴുക്കോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റാറുണ്ട്. ആ ഒരു സമയം കീപ്പ് ചെയ്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ ഇപ്പം അയിരൂർക്കായാലും കാട്ടൂർക്കായാലും എല്ലാം നമ്മൾ പോകുന്ന സമയം നമുക്ക് ആ ഒരു സമയബന്ധിതമായിട്ട് തന്നെ എത്ര ദുർഘടമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. 3 നദികളിലൂടെയുള്ള യാത്രയാണ്. ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ, അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? നമുക്ക് പല തോടുകളും കൈത്തോടുകളും ഇപ്പം പോള കയറി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-6 മണിക്കൂർ കൂടുതൽ ഊന്നിയാണ് വരുന്നത്. അപ്പം കായൽ വഴിയാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ദുർഘടമേറിയത് കായൽ വഴിയുള്ള യാത്രയാണ്. കാരണം കാറ്റും കോളും നിറഞ്ഞതായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പം വള്ളം കുറേ നേരം നമുക്ക് കെട്ടിയിടേണ്ടി വരും. കാരണം കാറ്റ് തൂന്നാൻ പറ്റില്ല. വളവര വെച്ചുകൊണ്ട് വളവര ചിലപ്പോൾ കാറ്റ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ഇവിടെ പമ്പയിലോട്ട് കയറി കഴിഞ്ഞാൽ അത്തിമൂട്, അതും ഇതുപോലെ തന്നെ അത്തിമൂട് കുത്തിക്കയറുക എന്ന് പറയുന്നൊരു പാട്ട് തന്നെയുണ്ട്, വഞ്ചിപ്പാട്ട് തന്നെയുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒഴുക്ക് അധികമുള്ള സമയമാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ആയാസപ്പെട്ടായാലും പക്ഷേ നമുക്ക് കയറി പോരാൻ പറ്റും. ഈ തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നു. അത് എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരും അതിനു വേണ്ടി തന്നെ സജ്ജരാണ്. അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണവർ ആണ് പോവുക. അപ്പം ഒരിക്കലും അടുത്ത തലമുറയിലെ അയാൾ പോകുന്നതായിട്ട് സ്വപ്നം കാണില്ല. കാരണം അങ്ങനെ ആണെങ്കിൽ കാരണവരില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ ഒരു നിയോഗമായിട്ടൊരവസരം വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അച്ഛനും മുത്തശ്ശന്മാരും ഇളയച്ഛനും ഒക്കെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. മടക്കയാത്രയുടെ ഒരു പ്രത്യേകതകൾ എങ്ങനെയാണ്? മടക്കയാത്ര കരമാർഗ്ഗമാണ്. ഇവിടെ അത്താഴപൂജ കഴിഞ്ഞ് ചിലവ് മിച്ചം മടക്കി നമ്മൾ ഭണ്ഡാരത്തിലിട്ട് തൊഴുതിറങ്ങുന്നതോടുകൂടി ഈ ചടങ്ങിൻ്റെ പരിസമാപ്തി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് കരമാർഗ്ഗം തന്നെ പോകും. നമ്മുടെ വള്ളം ഇന്ന് രാവിലെ ഇപ്പോൾ തിരിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്ദി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയുടെ അനുഭവങ്ങളാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്. ആ 3 നദികൾ താണ്ടിയുള്ള യാത്രയുടെ പ്രത്യേകതകളും വെല്ലുവിളികളും അതിൻ്റെ പ്രധാനപ്പെട്ട അനുഭവങ്ങളും ഒക്കെയാണ് അദ്ദേഹം കൃത്യമായിട്ട് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്.